ചേട്ടാ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് സുരാജേട്ടന്റെ അടുത്തൊക്കെ ട്രെയിനിങ് എടുത്തിട്ടേ സുകുമാരൻ സാറിന്റെ ശബ്ദമൊക്കെ സത്യമായിട്ട് ഞാൻ കിടുങ്ങിപ്പോയി രാത്രി 1 മണിക്ക്. ശരിക്കും പറഞ്ഞാൽ സുവർണ അല്ലാന്ന് പറയാൻ ഒക്കത്തില്ല. ഇത് ആരാ ഇത്? ഓഹോ, എൻ്റെ ശബ്ദം പോലെ നീ മറന്നുപോയി അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ കിടുങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ വിളി. അപ്പം ഞാൻ വെച്ചു, മോനെ ഇതെന്താ? അമ്മ അതേ സ്വരാജ് ചേട്ടൻ അന്ന് രാത്രിയിൽ അടുപ്പിച്ച്. പകലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടു, ഇത് ഉറക്കത്തിൽ നിന്ന് എഴുതേറ്റാ ഞാൻ ഫോൺ എടുക്കുന്നത്. അപ്പം ഞെട്ടിപ്പോയി സത്യത്തിൽ. അച്ഛൻ്റെ ശബ്ദം എടുക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. എന്നാലും 2 വാക്ക് അത്ര മതി, ആഗ്രഹം കൊണ്ടാ. ആ മല്ലി, നീ വന്ന കാര്യം എന്നോടൊന്ന് പറയണ്ടേ? ഞാൻ എങ്ങനെ അറിയാനാ? ഓ, ഇവിടെ മല്ലികമണി അങ്ങോട്ട് ബ്ലഷ് ചെയ്യാണ്, ബ്ലഷ് ചെയ്തോണ്ടേ ഇരിക്കുക. അതെ, എന്റെ സുഖമായിട്ടാന്നൊക്കെ. ഓ, ഇത് വലിയ ഭാഗ്യാണ്. അല്ല, അതെ, വേറെ സംഭവം ആക്ഷൻ അത് ഭയങ്കരമായി പോയി. ആണോ? കൈയെടുക്കുന്നത് കൈയെടുത്തല്ലേ? ഭയങ്കര റൊമാൻറ്റിക്. തീർച്ചയായിട്ടും ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ചുമ്മാ അച്ഛാ, അത്ര റൊമാൻറ്റിക് ഒന്നും അങ്ങനല്ല. റൊമാൻറ്റിക് ആണോന്ന് ചോദിച്ചാൽ റൊമാൻസ് ഞങ്ങൾ കാണാത്താണോ എന്തോ. അല്ല, ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ കൂട്ട് നമ്മൾ ഈ പുറത്ത് വലിയ കാണിക്കലൊന്നുമില്ല. അതാണ് നിങ്ങൾ കാണാത്തത്. ഉമ്മ വയ്ക്കലും ബർത്ത്ഡേ ഹാപ്പി അതൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഭർത്താക്കന്മാർ വിരളമാണെന്നേ ഞാൻ പറയുന്നു. ഇതിൽ കൂടുതൽ ഒരു ഭർത്താവിന് എന്ത് സർട്ടിഫിക്കറ്റ് വേണം?